നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും. അപ്പോൾ നമ്മൾ ഈ ഓണക്കാലത്ത് മഹാബലിയോടൊപ്പം നമ്മൾ പല കാഴ്ചകളും കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഓണവിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സംരംഭങ്ങൾ, അതായത് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബസ്സാലങ്ങളുണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് അവരുടെ കാര്യങ്ങൾ, ഓഫറുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഞാനും മാവേലിയോടൊപ്പം എന്ന പരിപാടി എടുപ്പോൾ നമ്മൾ നിൽക്കുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആളുള്ളത്. ഇപ്പോൾ നമ്മുടെ 3ാമത്തെ നിലയിലാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇവിടെ ഏത് കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിൽ ഇവിടെ കൃത്യമായിട്ട് എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനത്തേക്ക് പോകാം. അല്ലേ, ഒന്ന് ശക്തമായിട്ട് പറ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കണം. ഇവിടെ പുറത്തുനിന്ന് ചിക്കൻ വാങ്ങിക്കോട്ടെ, ഇന്നലെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്ത് തിന്നണം. അപ്പം വീട്ടിലുള്ള അമ്മമാരെയും ഉമ്മമാരെയും ഒക്കെ നിങ്ങൾ സഹായിക്കണം, ഇങ്ങനെ മുറിച്ചിടാനും ഒക്കെ ആയിട്ട്. ഇപ്പം 2 നേരം പായസമൊക്കെ ആക്കിയിട്ട് ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കണം എന്ന് മാത്രമേ മഹാബലിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ് ചെയ്യും. അപ്പം നമുക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ, വിദേശ രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യമുണ്ടോ അവിടെയെല്ലാം കടന്നു പോയി ജോലി ചെയ്യേണ്ടവരാണ് നിങ്ങളെല്ലാം, അല്ലേ? അപ്പോൾ നമുക്ക് കേരളം ഒരിക്കലും മറക്കാനും പാടില്ല. മഹാബലിനെയും കേരളത്തിനെയും നമ്മുടെ മാതൃഭാഷയൊന്നും ഒരിക്കലും മറക്കാതെ അടിച്ചു പൊളിച്ച് ഉഷാറാകുക. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ഒരു മാതൃകയായി നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. പിന്നെ ഇത് മയക്കുമതിനെതിരെയുള്ളൊരു ശക്തമായ പോരാട്ടം എല്ലാം മനസ്സിലുണ്ടാകും. ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ക്ലാസ്സെല്ലാം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കാരണം പുതിയ തലമുറ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ അടിമയാകാൻ പാടില്ല. ഇതൊരു സന്ദേശമായിട്ട് കരുതുക. അപ്പം അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. കഴിഞ്ഞ 12 വർഷത്തിലധികമായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ, അതായത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതിൻ്റേതായിട്ടുള്ള പഠനങ്ങൾ നൽകി അവർക്ക് ജോലിക്കുള്ള പ്രാപ്തരാക്കി മാറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള നമ്മുടെ കാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. അതിൻ്റെ എല്ലാമായ സാർ ഇവിടെ ഉണ്ട്. സാറിൻ്റെ പേര് നന്ദകിഷോർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സ്വന്തം സ്ഥലം എവിടെയാണ്? ഞാൻ കാഞ്ഞങ്ങാട് എവിടെ? കാഞ്ഞങ്ങാട് രാവണേശ്വരം എന്ന് പറയും. ഓക്കെ. ഇവിടെ പയ്യന്നൂർ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്രയായി? ഇവിടെ ഇപ്പൊ 2ാമത്തെ വർഷമാണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ 12 years എബോ ആയി കോഴിക്കോട് ആയിട്ടുണ്ട്. ഇപ്പൊ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ? നമ്മളിവിടെ 30 എബോ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നു. ഇവിടെ മാത്രമായി ഹോട്ടൽ മാനേജ്മെന്റ് മാത്രമാണ്? ഇവിടെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സ് മാത്രമാണ് ഉള്ളത്. ഓക്കെ. നമ്മുടെ മഹാബലി കൂടെ വന്നിട്ടുണ്ട്. കാരണം ഓണത്തിന്റെ മഹാബലിയോടൊപ്പം പരിപാടിയാണ്. മഹാബലി ഒന്നും ചോദിക്കാനോ പറയാനുണ്ടോ? ഈ വർഷത്തെ ഓണം എങ്ങനെ ഉണ്ടാവും ചോദിക്കാൻ. ഈ വർഷത്തെ ഓണം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഈ വർഷത്തെ ഓണം എങ്ങനെ ഉണ്ടാകുമെന്ന് മഹാബലിക്ക് കാണിച്ചു തരേണ്ടത് പ്രജകളാണ്. മഹാബലി ഇവിടുത്തെ ഓണം അത്രയധികം ഭംഗിയാക്കുന്നു, അത് കാണാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളതിപ്പോൾ അത് ഭംഗിയാക്കുക, അല്ലേ? പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ കുറച്ച് ശക്തമായ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അപ്പോൾ ഈ എന്തുവാണ് അതിൻ്റെ കാരണം? ഭൂമി എന്താണ് വെള്ളം കുടിക്കാത്തത്? അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാ സ്റ്റുഡൻസ് ആയതുകൊണ്ട് മഹാബലിയുടെ ഒരു സന്ദേശം, ഈ മയക്കുമരുന്ന് കണ്ടുപിടിക്കാനുള്ള ജാഗ്രത ഓരോരോ ആളുകൾക്ക് ഉണ്ടാകണം. അത് പുതിയ തലമുറയിൽ എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല. രക്ഷിതാക്കന്മാർക്ക് ചിലപ്പോൾ അത്രയും ശ്രദ്ധയുണ്ടാവില്ല. അതിന് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു ചെറിയ പാക്കറ്റിനകത്ത് പഞ്ചസാര പൊടി പോലെ ഉണ്ടാകുക. ആ പാക്കറ്റ് കാണുമ്പോൾ കാരണം പാക്കറ്റ് കുറച്ച് കട്ടിയുണ്ടാവും. കാരണം ഇത് പെട്ടെന്ന് ആവി തട്ടി അരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് പാക്കറ്റ് കുറച്ച് കട്ടി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കട്ടിയുള്ള പാക്കറ്റ് കിട്ടിയാൽ ഉറപ്പിച്ചോ അത് MDMA ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇത്രയധികം കുട്ടികളെ പഠിപ്പിച്ച് ഒരു കഷ്ടപ്പാടുണ്ട്. ചെറുപ്പത്തിലേ ഇങ്ങനെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നവരുടെ ഒരു 16-17 വയസ്സാകുമ്പം റൂട്ട് തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാനേ പറ്റും. അപ്പോൾ സൂക്ഷിച്ചാൽ അത് മാത്രമേ എനിക്കൊരു സന്ദേശമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആശംസകൾ. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ പേരിൽ ഹാർദവമായ ഓണം ആശംസിക്കുന്നു.